ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഇന്ന് നമ്മൾ കോഴിക്കോടേക്ക് പോവാണ്. രമേശൻ മുത്തച്ഛനുണ്ട്, നവനേച്ചിയുണ്ട്, ഹർഷിയുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഇവരൊക്കെ ഇറങ്ങും. ശ്യാമേട്ടനും ഞാനും മാത്രമേ കോഴിക്കോട് പോകുന്നുള്ളൂ. രമേശൻ മുത്തച്ഛനെ ഇവിടെ ഇറക്കി. ബായ്. ശ്യാമേട്ടൻ ഫ്രണ്ടിലേക്ക് കയറി. അപ്പോൾ നവനേച്ചിൻ്റെ വീട് തലശ്ശേരിയാണ്. അപ്പോൾ അവരെയും കൂടി തലശ്ശേരി ഇറക്കിയിട്ട് നമ്മൾ നേരെ കോഴിക്കോട് പിടിക്കുന്നതാണ്. കോഴിക്കോട് നമ്മൾ കുറേ ആവശ്യങ്ങൾക്കാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിങ്ങൾക്ക് കുറച്ച് വ്യൂസൊക്കെ കാണിച്ചു തരാം. ശ്യാമേട്ടൻ, നവനേച്ചി, ഹർഷി. ഇതങ്ങനെ നവനേച്ചിയും പോവാണ് തലശ്ശേരി. ബായ് ഹർഷി, ബായ്. അപ്പൊ അടുത്ത ടീം ഇറക്കി. പിന്നെ ഇനി ഞാനും ശ്യാമേട്ടൻ മാത്രമേ ഇല്ലൂ. ശ്യാമേട്ടൻ ഞാനും കൂടി ഇനിയിപ്പോ പോണം. വണ്ടി ഒന്ന് ഒതുക്കിയിടട്ടെ. അവര് പോണാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ മാഹിയിലെ പെട്രോൾ പമ്പിലെത്തി. ഒരു ഫുൾ ടാങ്ക് അടിച്ച് കളയാം. ശ്യാമേട്ടൻ അടിക്കുന്നുണ്ട്. ഗൈസ്, അത് ഫുള്ളായി. അവസാനം അത് ഫുള്ളായി. നല്ല ജലദോഷം വന്നിട്ടില്ല. ഇന്നലെ പനിയൊക്കെ ഉണ്ട്. ഇതെന്നെ കുലിക്കുന്നു. ഫുള്ളാവാൻ വേണ്ടിയിട്ട് കുലുക്കി അടിക്കുന്നത്. എപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഫുൾ ഫില്ലായിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും കുറച്ച് എത്താറുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ എത്താത്ത സ്ഥലത്തും കൂടി എത്തും. അങ്ങനെ നമുക്ക് ഫുൾ ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ അടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റേറ്റ് കുറവാണ്. കേരളത്തിനേക്കാളും 12 രൂപ കുറവാണ്. സീലാണ് നമ്മൾ കോഴിക്കോട് പോകുന്നത്. ഇങ്ങോട്ടെ പേയ്മെന്റ് ചെയ്യുന്നത് ഫുൾ ലിക്വിഡ് ക്യാഷ് ആണല്ലോ. എണ്ണ ഫുൾ അടിച്ചു കഴിഞ്ഞേരം താഴെ നിൽക്കുന്നു. പക്ഷെ ഇല്ലാണ്, പിന്നെ ഇല്ലല്ലോ. ആദ്യമുള്ള ആ ഒരു ഇതേ ഉള്ളൂ തോന്നുന്നു. അങ്ങോട്ട് തന്നെ വെക്കാല്ല, കുറച്ച് അങ്ങോട്ട് വെക്കാം. സ്റ്റാർട്ടാക്കിയല്ലോ. സൺഡേ അടിച്ചിട്ട് നോക്കുമ്പോ എങ്ങനെ ഓവർഫ്ലോ ആയിട്ട് ലീക്ക് ആയാൻ തോന്നി. പെട്രോൾ കുറച്ചും കൂടി പോട്ടെ. ഒറ്റയുണ്ട്, ഒന്നും കൂടി നോ. ഇപ്പൊ ഉണ്ടാ? ഇപ്പൊ ലീക്ക് ഉണ്ടാ? ഉണ്ട്. നല്ലോണം പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഉണ്ടാ? ഉണ്ട്. ആയാ ഓവർഫ്ലോ. പ്ലാസ്റ്റിക് ഡബ്ബ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഇതേപോലെ പഴയ വണ്ടിക്ക് ഇത്ര പുതിയ വണ്ടിക്ക് എങ്ങനെ ഇങ്ങനെ എത്തിയല്ലോ. പുറത്തേക്ക് എന്തുകൊണ്ട് വരുന്ന? പുറത്തേക്ക് എന്തുകൊണ്ടാ വരുന്നത്? ഗൈസ്, നമ്മൾ കുലുക്കി അടിച്ചില്ല. അപ്പോ ഓവർഫ്ലോന്ന് പുറത്തേക്ക് വന്നതാണത്. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ടെൻഷനായിപ്പോയി അല്ലേ? അതെ. ശവണ്ണാകെ ടെൻഷനായിപ്പോയി. പുതിയ വണ്ടിക്ക് അങ്ങനെയൊന്നും വരാനില്ല. ഓക്കെ, അപ്പൊ നമ്മൾ യാത്ര തുടരുകയാണ്. ബൈ. പെട്രോളിന്റെ വിഷയത്തിൽ നമ്മൾ യാത്ര മുടങ്ങുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ സമയോചിതമായ നമ്മുടെ ഇടപെടൽ കൊണ്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ അല്ലേ? ഏകദേശം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹൈവേ
പണി നടക്കുന്നുണ്ട്. അപ്പൊ ആ പണി നടന്നിട്ട് ആയ ഹൈവേയിലൂട്ടിയാണ്, പകുതി വരെ ആയി ഏകദേശം. ഇതിപ്പോ ഏകദേശം ഒരു കുഞ്ഞിപ്പള്ളി വരെയില്ലേ, കുഞ്ഞിപ്പള്ളി വരെ ആയി. ബാക്കി ഒരു 1.5 കൊല്ലം കൊണ്ട് മൊത്തം ഫുള്ളാവും. അപ്പൊ നമ്മള് ആ ഹൈവേയിലൂട്ടിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മിനിമം സ്പീഡ് വരെ 100 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ 100 കിലോമീറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, നല്ലൊന്നും കൂടി പറയാം. നമ്മള് 3 ട്രാക്കാന്നുള്ളത്. അപ്പൊ ഏറ്റവും ലെഫ്റ്റിലൂടെയാണ് ട്രക്കുകൾ, ഹെവി വെഹിക്കിൾസ്, ബസ് അങ്ങനത്തെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ടാണ് പോകേണ്ടത്. ലെഫ്റ്റില് നമ്മളെപ്പോഴും പോകേണ്ടത് നടുക്കൂട്ട റോയിലൂടെയാണ് എപ്പോഴും പോകേണ്ടത്. നമുക്കൊന്ന് ഓവർടേക്ക് എടുക്കണം തോന്നുമ്പോൾ നമ്മൾ 3ാമത്തെ റോ റൈറ്റിലൂടെ കയറുക. നമ്മളിപ്പോ ദുബായിലെല്ലാം പോലെ ഇതിപ്പോ 100 കിലോമീറ്റർ സ്പീഡ് അതിൽ തന്നെ പോകണം. അങ്ങനെയല്ല ഇവിടുത്തെ. പിന്നെ ഇതില് സ്പീഡ് അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് കാണുന്നുണ്ടല്ലോ 80, 100. 80 അത് ട്രാക്കിൻ്റെതല്ല. അതിലെല്ലാവർക്കും ആ ഇതിൽ പോവാം. ഓരോ വണ്ടിക്കാണ് ഹെവി വെഹിക്കിൾസിന് ഒരു സ്പീഡ്, നമ്മുടെ ലൈറ്റ് വെഹിക്കിൾസിന് ഒരു സ്പീഡ്, അങ്ങനെയാണ്. അപ്പൊ ഈ റൈറ്റ് സൈഡ് നമുക്ക് ഓവർടേക്ക് എടുക്കാൻ വേണ്ടി മാത്രം. അപ്പൊ നമ്മൾ ഒരേ പോക്ക് പോകാൻ പാടില്ല. ഇല്ല, നമ്മളെപ്പോ ഒരേ പോക്ക് ഇതിലേ പോണ്ടേ, സ്ട്രെയിറ്റ് പോവാ. നമ്മൾ എത്ര സ്പീഡ് പോകുന്നതൊന്നും വിഷയമല്ല. നമുക്കൊന്ന് ഓവർടേക്ക് എടുക്കണം തോന്നും, അപ്പൊ ഓവർടേക്ക് ചെയ്ത് നമ്മളെക്കാട്ട് സ്പീഡിൽ ആൾക്കാർ അതിലേക്ക് കയറി പോയിക്കോളും റൈറ്റിലൂടെ. നല്ല പരിപാടിയാണ്. നിനക്ക് അറിയില്ലായിരുന്നു ഇതുവരെ? അല്ല, എനക്കറിയാം. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി നമ്മള് വർഷങ്ങളായി തയമ്പിച്ച കൈകൾ. അതെ. രണ്ടാൾക്കും ജലദോഷം പിടിച്ചിട്ടായില്ലേ ഗൈസ്, ആകെ ടയേർഡാണ്. എന്നാലും നമ്മൾ കോഴിക്കോട് എത്തും. രണ്ടാളും ആക്കുന്നുണ്ട്. അത് ഇപ്പൊ ആക്കുന്നത് ശ്യാമേട്ടനാണ്, ഇപ്പൊ ആക്കിയത് ഞാനാണ്. ഇപ്പൊ നമ്മള് റൈറ്റിലേക്ക് ഈ ലോറിയൊക്കെ റോങ് ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ലോറി നമുക്കൊന്ന് ഇൻഫോം ചെയ്യാം. ഇൻഫോം ചെയ്യും. ഫോൺ എടുത്തിട്ട് ഇൻഫോം ചെയ്യും. വേണ്ട, പോയിക്കോ. അയാൾ മലയാളി ആണെങ്കിൽ സീനാവും. പോട്ടെ വണ്ടി റോങ്ങിലൂടെയാണ് പോകുന്നത്. ഇവർ ഇതിലൂട്ടിയാണ് പോകുന്നത്. ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞോ. ബൈ. നെക്സ്റ്റ് ട്രാക്ക് പോട്ടെ. അടുത്ത ട്രാക്കിലോട്ട് എന്തപ്പോ പോകുന്നുണ്ടല്ലേ? ഇതെവിടെയാ നമ്മൾ എത്തിയേ? ഗൈസ്, അവസാനം നമ്മൾ ലുലു മാളിലെത്തി. ലുലു മാളിൽ ആരുമില്ല. കോഴിക്കോട് ലുലു മാളിൽ ഈ സമയത്തൊന്നും ആരുമില്ല. ഗൈസ്, രാത്രി നല്ല ലുക്കാണ് ലുലു മാൾ. ഗൈസ്, ഇതാണ് കോഴിക്കോട് ലുലു മാളിൻ്റെ പുറം പാർക്കിംഗ്. നമ്മുടെ വണ്ടി അതായി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വണ്ടി എടുക്കണം. ലുലു മാൾ നല്ല നടന്ന് ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞാലാണ് ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞാൽ സഹിച്ചുകൂടാ. പിന്നെയും മാളിലേക്ക് ശരിക്കും മാളിൽ നിന്ന് ഇറങ്ങുന്നവരെ വിശപ്പൊന്നും ഇല്ല. അന്നേരമാണ് നമ്മളിവിടെ അറേബ്യൻ പാലസ് കണ്ടത്, മാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട്. അപ്പം പിന്നെ ആടുന്നൊരു മന്തി കഴിച്ചാളിയാന്ന് വിചാരിച്ച് ഇവിടുത്തെ സ്പെഷ്യൽ മന്തിയാന്ന് പോലും. അപ്പൊ മന്തി എത്തി. ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇത് ഇവൻ്റെത്, ഇതെൻ്റെത്. നല്ല ക്രീമിയാണ്. ഞാനൊരു മലായി മന്തിയും ശ്യാമേട്ടനൊരു നോർമൽ മന്തിയോ എന്ന് പറഞ്ഞത്. അപ്പം മലായി മന്തി ടേസ്റ്റ് ചെയ്തിട്ട് പോനെ ഒരു രക്ഷയില്ല. കിഡിലെ സാധനം, ശരിക്കും റെക്കമെൻഡബിൾ ആണ്. മലായി മന്തി ശരിക്കും ഒരു ക്രീമി ടൈപ്പാണ്. ഒരു പീസ് നുള്ളി കുറച്ച് റൈസും എടുത്ത് മയോണൈസിൽ മുക്കി കഴിക്കാൻ. എൻ്റെ മോനെ എന്ത് ടേസ്റ്റാണെന്നറിയോ? എൻ്റെ മലായി മന്തി ടോപ്പാണെങ്കിലും ശ്യാമേട്ടൻ്റെ നോർമൽ മന്തി അത്ര പോരാന്നാണ് ശ്യാമേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് തിന്നു കഴിഞ്ഞ് വേഗം നാട്ടിലേക്ക് പിടിക്കണം. ഇനി വേറെ പരിപാടികളൊന്നുമില്ല, പെട്ടെന്ന് നാട് പിടിക്കണം. ആകെ 2 ആൾ അവശനായി, ജലദോഷവും പിടിച്ചിട്ടാണല്ലോ ഗൈസ്. നമ്മളിതാ പുറത്തേക്ക് പോവാണ്, അറേബ്യൻ പാലസിനോട് ബൈ പറഞ്ഞിട്ട്. കോഴിക്കോട് വന്നിട്ട് മുട്ടായി തെരുവ് പോയില്ലേ മോശമല്ല. അപ്പോൾ രാത്രി നമ്മൾ പോകുന്ന വഴിക്ക് മുട്ടായി തെരുവിലൊന്ന് കയറി. ഇവിടെയാണെങ്കിൽ പണ്ടത്തെ പോലെ ആൾക്കാരൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട്. പിന്നെ ഞാനൊരു ഹോട്ട് വീൽ ഭ്രാന്തനായതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി ഹോട്ട് വീൽസ് ഉണ്ടോ നോക്കി വെറൈറ്റി സാധനങ്ങൾ നോക്കി എടുക്കാൻ നോക്കുന്നതാണ്. ഈ കണ്ട ഈ മഞ്ഞ വണ്ടി ഞാൻ വാങ്ങിയതാണ്. ഇത് ശ്യാമേട്ടൻ എടുത്തതാണ്.
അപ്പോൾ നമ്മൾ 2 വണ്ടി മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാട്ടിലെത്തിയിട്ട് ഓടിച്ചു നോക്കാം. ഇതേ ബ്ലോക്കായി ഗായ്സ്, ബ്ലോക്കോട് ബ്ലോക്ക്. അപ്പോൾ ആ കാര്യവും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ് ഗായ്സ്. ബൈ ബൈ.